ഗൈസ്, നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമിലത്തെ പ്ലഗിൻ ആപ്പ് ഇല്ലേ? ഈ പ്ലഗിൻ ആപ്പിൽ ഒരു പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നു. നിങ്ങൾക്കിപ്പോൾ അവിടെ കാണാൻ പറ്റും. ഈ ചലഞ്ച് മോഡിലെ ഒരു പുതിയ മാപ്പ് വന്നു. ഈ മാപ്പ് അപ്പോൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാലേ ആ മാപ്പ് സെലക്ട് ചെയ്യുക. അന്നേരം ഒരു ലിങ്ക് കോപ്പി ആവും. എന്നിട്ട് നമ്മുടെ ഗെയിമില്ലേ അത് ഓപ്പൺ ചെയ്യുക. ഗെയിം ഓപ്പൺ ആക്കിയിട്ടേ ഇൻ്റർനെറ്റ് ഇല്ലേ അതെടുക്കുക. എന്നിട്ട് ലിങ്ക് ഇതിൽ പേസ്റ്റ് ചെയ്യുക. എന്നിട്ടായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇത് പിന്നെ വലിയൊരു മാപ്പാണ്, അതുകൊണ്ട് ലോഡാവാൻ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഫയലൊക്കെ ലോഡായി. ഇനി ഗെയിമില്ലേ അത് ബാക്ക് അടിക്കുക. ബാക്ക് എടുത്തിട്ട് ചലഞ്ച് എടുക്കുക. ചലഞ്ചിൽ കാണാൻ പറ്റും ഇവിടെ ഗെയിം റെഡി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതാണ് വില്ലേജിൻ്റെ മാപ്പ്. അത് സെലക്ട് ചെയ്യുക. അന്നേരം നമ്മുടെ വില്ലേജിൻ്റെ മാപ്പില്ലേ അത് ലോഡാവും. അപ്പം ഇതാണ് നമ്മുടെ വില്ലേജിൻ്റെ മാപ്പ്. ഇത് ആക്ച്വലി വേറെ ഒരു ഗെയിമാണ്. ഈ രോഹിത് ഗെയിമിംഗ് സ്റ്റുഡിയോയില്ലേ വേറെ ഒരു ഗെയിം ഇറക്കിയിട്ടുണ്ട്, ഇന്ത്യൻ കാർ ഡ്രൈവിംഗ് 3D അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. അതിലത്തെ മാപ്പാണിത്. ഈ മാപ്പ് കുഴപ്പമില്ല കേട്ടാ, നൈസാണ്. ഈ മാപ്പിൽ പിന്നെ മിക്കതും ഓഫ് റോഡാ. കുറേ ഓഫ് റോഡ് സ്പോട്ടൊക്കെ ഉണ്ടാവും. നമുക്കപ്പോൾ ഓഫ് റോഡൊക്കെ ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഏതായാലും നന്നായി. പിന്നെ ഈ ഗെയിമിലില്ലേ മോട്ടുപട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. അതിൻ്റെ വീഡിയോ ഞാൻ പക്ഷേ ഇട്ടില്ല. അതും കൂടി എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ മോട്ടുപട്ടിലിൻ്റെ മോഡില്ലേ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ടൈറ്റിലില്ലേ ആ ടൈറ്റിലുമേ ഒന്ന് അമർത്തിയാൽ മതി. അന്നേരം ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ആവും. അതിൽ മോട്ടുപട്ടിലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറിയിട്ട് ആ മോഡ് ഡൗൺലോഡ് ചെയ്യുക. അത് പക്ഷേ RGS മെനു ഇല്ലേ അത് വെച്ചിട്ടാ സ്പോൺ ചെയ്യുക. RGS മെനു എടുക്കുക, ലോഡ് അമർത്തുക, അന്നേരം ഡൗൺലോഡ്സിൻ്റെ അത് ഓപ്പൺ ആവും. എന്നിട്ട് മോട്ടുപട്ടിൽ സെലക്ട് ചെയ്യുക. ഇത്രയുള്ള പരിപാടി. ഇവിടെ എങ്ങനെ മോട്ടുപട്ടിൽ സ്പോണായി. ഈ ഗെയിമിൽ പിന്നെ വേറൊരു സംഭവം വന്നിട്ടുണ്ട്. എന്തോ ബുൾമാനാ അങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നിട്ടുണ്ട്. അതും കൂടി എങ്ങനെ സ്പോൺ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. വീണ്ടും RGS മെനു എടുക്കുക, ലോഡ് എടുക്കുക, ബുൾമാൻ സെലക്ട് ചെയ്യുക. സൈഡിൽ ഡണ്ണെന്ന് കാണിക്കും. എന്നിട്ട് ഈ ഗെയിമിൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരക്ടറില്ലേ അത് ബുൾമാനായിട്ട് മാറും. അപ്പോൾ ഇതാണ് ബുൾമാൻ്റെ ക്യാരക്ടർ. നേരത്തെ മോട്ടുപട്ടിൽ സ്പോൺ ആക്കിയില്ലേ അത് NPC ആണ്. അതിനിപ്പോൾ ഗെയിം റീസ്റ്റാർട്ട് ചെയ്യണ്ട. പക്ഷെ ഇത് ക്യാരക്ടറാണ്, അപ്പോൾ ഗെയിം റീസ്റ്റാർട്ട് ചെയ്യണം. ഇതിന് പിന്നെ ചീറ്റ് കോഡൊന്നും വേണ്ട. അപ്പോൾ ഇത്ര ഉള്ള പരിപാടി. ഇതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കയറി ഡൗൺലോഡ് ചെയ്യുക. ഇനിയിപ്പോൾ പഴയ പോലെ ആവണമെങ്കിലേ PM0 അടിക്കുക. എന്നിട്ട് വീണ്ടും ഗെയിം റീസ്റ്റാർട്ട് ചെയ്യുക. അന്നേരം നമ്മൾ പഴയ പോലെയാവും. അപ്പം ഇത്ര ഉള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിണ്ടാവുമെന്ന് വിചാരിക്കണോ?